റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന, ഇഷ്ടമുള്ളത് തുറന്ന് പറയുന്ന നിലപാടുകളുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ നിലപാടുകൾ നമ്മൾ തുറന്നു പറയുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഇതൊക്കെ എനിക്ക് എപ്പോഴും തിരിച്ചു വരുമോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ്. അതിന് ഭയമൊന്നുമില്ല. കാരണം റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ഇപ്പോൾ കോടതിയിൽ നിന്നിട്ട് വാദിക്കേണ്ട ആളാണ്. പക്ഷേ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ലോസ് ഉണ്ട്, അതാണ് ബ്രേക്ക് ചെയ്തെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ചെയ്തതിൽ എല്ലാം നന്മയായിട്ടാണ് ഫലിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം എനിക്കൊരു ആക്രമണമൊക്കെ ഉണ്ടായാലും, ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഞാൻ ഒരുപാട് പരിപാടികൾക്കൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ സംഘി എന്നൊക്കെ വിളിക്കുകയും, ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്താലും കമ്മ്യൂണിസ്റ്റിൽ വർക്ക് ചെയ്താലൊക്കെ ഞാൻ കൂടെ പോകും. ആ വ്യക്തി എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ എന്നെ BJP-യുടെ കൊടി പിടിച്ചിട്ട് എന്നെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല. അപ്പോൾ നല്ല മനുഷ്യർ, നല്ല രാഷ്ട്രീയക്കാരനുണ്ടാവും, നല്ല നടന്മാരുണ്ടാവും, പക്ഷെ നല്ല മനുഷ്യരുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല മനുഷ്യൻ്റെ കൂടെ നിന്നെന്നുള്ളൂ. അത് വിജയം കണ്ടെത്തിയില്ലേ? നന്മയ്ക്ക് അവസാന വിജയം ഉണ്ടാവും, സത്യത്തിന് അവസാന വിജയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യം കേട്ടിരുന്നു. പക്ഷെ പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി ഇയാൾ അങ്ങനെയുള്ള ഒരാളല്ല എന്നുള്ളത്. അത് ചിലപ്പോൾ കാലം തെളിയിക്കാൻ സമയം എടുക്കുമായിരിക്കും, പക്ഷെ അത് വലിയ തെളിയിക്കലായിരിക്കും. അപ്പോൾ നല്ല മനുഷ്യരോടൊപ്പം നല്ല പ്രവൃത്തിയോടൊപ്പം നമ്മൾ ഈ ലൈഫ് ആകെ കുറച്ചുള്ളൂ ലൈഫ്. ഈ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും നെഗറ്റീവ് പറഞ്ഞും എന്തിനാണ് അങ്ങനത്തെ ഒരു ജീവിതം? ഇപ്പം നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അമ്മയുടെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലേ? കാരണം അമ്മയിലേക്കൊക്കെ എത്തിപ്പെടുക, ഇത്രയും ഒരു അംഗങ്ങളുള്ളതിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞല്ലോ ഇടയ്ക്ക്, ലാലേട്ടൻ്റെ അടുത്ത് എനിക്ക് ഇത്രയും അടുത്തിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നമാണോ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ അമ്മയിലെ ഒരു പ്രവർത്തനം? കാരണം ഇത്രയും അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വിമർശനങ്ങളിൽ, അതിലെ നിലപാടുകൾക്കെതിരെ വിമർശനങ്ങളും സപ്പോർട്ടും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു പ്രവർത്തനം? അല്ല, കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇഷ്ടമുള്ളതാണ്, സേവനമൊക്കെ ഇഷ്ടമുള്ളതാണ്. ഞാൻ എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ കാർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളല്ല. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതാണ് എൻ്റെ ഒരു ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം. ഒരു സഹായം ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ച് ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസായിരിക്കും, ഒരു ബ്ലഡ് കൊടുക്കുന്ന കേസായിരിക്കും, നമ്മൾ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പിന്നീട് അവർ കാണുമ്പോൾ ഒരു മുഖത്തൊരു തെളിച്ചുണ്ടാവും. ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആ തെളിച്ച് ഞാൻ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ അമ്മയിൽ പ്രവർത്തിക്കാൻ, അമ്മയിൽ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന 506 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ. അതിൽ എല്ലാവരും സുഖസമൃദ്ധമായിട്ടും ലക്ഷറി ആയിട്ടല്ല ജീവിക്കുന്നത്. ഒരു 50 75 പേരോ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി മീറ്റിങ്ങിന് വരുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് പോയി ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ, ചാരിറ്റി എന്തായാലും നമ്മൾ ജീവിതത്തിൽ ചെയ്യണമല്ലോ. സക്കാത്ത് എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് എൻ്റെ കുടുംബത്തിൽ തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കയ്യിൽ നിന്ന് കാശ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആദ്യത്തെ 3 വർഷം വന്നു. പിന്നെ ഇലക്ഷൻ വന്നു. അന്നും ലാലേട്ടൻ്റെ പാനലിൽ തന്നെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ കൂടെ വേണമെന്ന് പറയുന്നത് സന്തോഷമില്ല. അത് അറിയാതെ ആ പാനലിൽ വരില്ലല്ലോ. അത് നല്ല വോട്ടോടുകൂടി തന്നെ ജയിച്ചു. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണ്, അതിലും ഞാൻ മത്സരിക്കുകയാണ്. അത് ലാലേട്ടൻ്റെ പാനലിൽ തന്നെയാണ്. അതും സന്തോഷം. അപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഇനിയൊരു 3 വർഷം കൂടി നമുക്ക് തരുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇല്ല, ബാബു ചേട്ടൻ മാറുകയാണ്. അപ്പം എന്തായിരിക്കും? കാരണം പുള്ളി കുറേ നാളുകൊണ്ടല്ലേ നന്നായിട്ട് നോക്കിയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അതും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈയിടെ ടിൻചേട്ടൻ്റെ ഒരു വൈറലായ കാര്യമായിരുന്നു മോനെ സിനിമയിലേക്ക് വിളിച്ചിട്ട് അങ്ങനെ വൈഫ് പറയേണ്ട ലഹരി ഉപയോഗത്തിൻ്റെ കാര്യം. കാരണം ഈ സിനിമയുമായിട്ടും നമുക്ക് അതിനെ ബന്ധപ്പെടുത്താം അല്ലേ? ഇതും ഒരു ലഹരിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം സിനിമയിൽ അത്ര ധൈര്യപൂർവ്വം പറയുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പം സിനിമയിൽ അത്രത്തോളം ലഹരി ഉപയോഗം കൂടുതലാണെന്ന് തോന്നുന്നു. വിവാദമാക്കാനുള്ള പരിപാടിയല്ലേ? ഇതായിട്ട് ഞാൻ കണക്ട് ചെയ്ത് അല്ലല്ല, ഞാൻ പറയുന്നത് അല്ലല്ല, അങ്ങനെയല്ല. എല്ലാ മേഖലയിലും ഉണ്ട് ഇത്. സിനിമയെക്കുറിച്ച് എനിക്കറിയാൻ പാടുന്നത് മാത്രം ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്നും അല്ല പറഞ്ഞത്, പക്ഷെ തെറ്റായിട്ട് കുറേ വ്യാഖ്യാനിച്ചു. ഞാൻ പിന്നെ ക്ലാരിഫിക്കേഷന് പോയില്ല. 15 16 വയസ്സ് വരെ, ഒരു 22 23 വയസ്സ് വരെ മക്കൾ കൂടെ തന്നെ വളർത്തിയില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതിൽ വിട്ടാലും, ഇപ്പോൾ IT മേഖലയിൽ വിട്ടാലും നമ്മൾ കൂടെ ഒരു സർവേലൻസ് ഇല്ലെങ്കിൽ പണിയാണ്. സിനിമയിൽ മാത്രമല്ല, അപ്പോൾ എൻ്റെ അമ്മയുടെയും എൻ്റെ വൈഫിൻ്റെയൊക്കെ ടെൻഷനാണ് പറഞ്ഞത്. അവന് വിടണമെങ്കിൽ ഒറ്റക്ക് അങ്ങോട്ട് വിടണം. 16 വയസ്സുള്ളൊരു തന്നെ വിടണം അങ്ങോട്ട്. അപ്പോൾ എന്താവും എന്നറിയില്ല. അപ്പോൾ അവനൊരു പ്രായമായിട്ട് വിട്ടാൽ മതി എന്നുള്ള തീരുമാനമാണ്. അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് വേറെ വ്യാഖ്യാനങ്ങളൊക്കെ വന്നു. അതിനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഇപ്പോൾ ഫ്രൂട്ട്സ് നിന്ന് മേടിക്കുമ്പോൾ അതിനേക്കാൾ വിഷമാണ്. ഒന്നും വേണ്ട, അരളിപ്പൂവ് നിന്നാൽ ഇപ്പോൾ 3 പേര് മരിച്ചെന്ന്. അപ്പോൾ എവിടെ ചെന്ന് ഫ്രൂട്ട്സിലും മറ്റേ ഇതിലില്ലേ, മീനിലുണ്ട്. എല്ലാത്തിലും വിഷമാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിഡ്നി പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുക. എന്തോരം, ഞാനിപ്പോൾ 2 കിഡ്നി
പ്രശ്നം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എത്രയോ കിഡ്നിയുടെ കേസ് എന്നെ വിളിച്ചിട്ടൊന്ന് ഷെയർ ചെയ്ത് അതിൻ്റെ ഇത് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വിഷം നമ്മുടെ ചുറ്റും രോഗാണുക്കളുണ്ട്. ഇപ്പോൾ ഒരു 3 ലക്ഷം രോഗാണുക്കളുണ്ടാവും, കാരണം കൊറോണയും ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ അതിജീവിച്ച് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് പൊന്നി വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് അത് വേണം ഇത് വേണമെന്നല്ല, എനിക്ക് ജീവിതം തന്നതിന് നന്ദി എന്ന് പറയാം. അല്ല, അല്ലാണ്ട് അത് വേണം, എനിക്ക് സിനിമയിൽ ഇതാവാൻ പറ്റിയില്ല അല്ലെങ്കിൽ കാശ് കിട്ടിയില്ല എന്നല്ല. കാരണം അത്രയും പാലസ്തീനും അതൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാം നമ്മൾ എന്തുമാത്രം സുരക്ഷിതരാണെന്ന്.